4 പതിറ്റാണ്ട് അവരെ തോളയിൽ വെച്ചുകൊണ്ട് നടന്നാണ് CPM. അപ്പോൾ അവർ മതേതരവാദികളായിരുന്നു. 2019 മുതൽ അവരുണ്ടാക്കിയ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ എങ്ങനെ വർഗീയവാദിയായി ഇവർ വന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഒരു ദിവസം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഞാനപ്പോൾ വീഡിയോ ക്ലിപ്പ് കാണിച്ചു. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവർ നല്ല സംഘടനയാണ്, അവർ മതേതര നിലപാടുള്ള സംഘടനയാണെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പിൻവലിച്ചു. അദ്ദേഹം പിന്നെ പറഞ്ഞു RSSുമായിട്ട് ഒരു ബന്ധം ഒരു കാലത്തും ഉണ്ടായില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ ജോണി ലൂക്കോസ് മനോരമയുടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിൽ RSSുമായി ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടില്ല. അതാണ് അവസരവാദം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഞങ്ങൾ തെളിവുകൾ സഹിതം ഞങ്ങൾ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ മതേതരവാദം ഞങ്ങൾ പൊളിച്ചതാണ്. 4 പതിറ്റാണ്ട് ഇവരെ ചുമന്നുകൊണ്ട്. ഇനി ലീഗ് മതേതരവാദി ആയിരുന്നു, ലീഗ് LDFിലേക്ക് വരില്ല എന്ന് പാണക്കാട് തങ്ങൾ കൃത്യമായി പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ ലീഗ് വർഗീയവാദിയായി. എന്നിട്ട് ബാബറി മസ്ജിദ് പൊളിച്ച കാലത്ത് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗ് ഭിന്നിപ്പിച്ച് പുറത്തേക്ക് പോയ INL എടുത്തിട്ട് കക്ഷത്തിൽ വെച്ചിട്ടാണ് പിണറായി വിജയൻ നമ്മളെ മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ പറ്റുന്നത്. അത് വേണ്ട.